Good morning, all. We are going to discuss about the topic screening of industrially important microorganisms. So, by this topic, we are going to start our second unit. So, we will discuss what is screening. Screening is the use of procedures for the isolation, detection, and suppression of microorganisms of our interest from a mixed population by using highly selective procedures. So, what is screening? Screening is a technique used for the isolation of microorganism of our interest from a group of microorganism or a mixed population. So you know the soil, water, air, etc. consist of numerous number of microorganisms. So among this mixed population or among this numerous number of microorganisms, only few microorganisms can be used for the industrial production. So the screening is used for the selection of microorganism which is having industrial value from a group of microorganisms. So what is the use of screening? Screening is the procedure used for the selection or isolation of microorganisms which are having industrial value or commercial value from a group of microorganism or a mixed population of microorganism. അപ്പോൾ നമ്മളിന്ന് സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് സ്ക്രീനിങ്. അപ്പോൾ എന്താണ് സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ക്രീനിങ് എന്ന് പറയുന്നത് പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നാച്ചുറിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം, എയറിലും വാട്ടറിലും സോയിൽ നിന്നൊക്കെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ സോഴ്സിലൊക്കെ, അതായത് എയറിലും വാട്ടറിലും സോയിലൊക്കെ കുറേ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ കുറേ ലക്ഷക്കണക്കിന് ബാക്ടീരിയകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസത്തിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നമ്മൾ ഈ സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ, അതായത് നാച്ചുറലുള്ള മിക്സഡ് പോപ്പുലേഷന് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്, അതായത് ഐഡിയ സ്റ്റാർ സിംഗറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിൽ ആദ്യം തന്നെ എന്തുണ്ടാവും, ഓഡീഷൻ ഉണ്ടാവും. അപ്പോൾ ഓഡീഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതായത് പാടാൻ കഴിവുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഓഡിഷൻ നടത്തുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് പ്രൈമറി സ്ക്രീനിങ്ങും. അതായത് പാടാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും, പാടാൻ കഴിവില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതിൽ പാടാൻ കഴിവുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഷോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഓഡീഷൻ നടത്തുന്നത്. അപ്പോൾ ആ ഓഡീഷൻ്റെ അതേ ഫങ്ഷനാണ് പ്രൈമറി സ്ക്രീനിങ്ങിനും. അതായത് ഒരു മൈക്രോ ഓർഗാനിസം ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കും. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ മാത്രമേ നമ്മൾ പ്രൈമറി സ്ക്രീനിങ്ങിലൂടെ സെലക്ട് ചെയ്യും. അപ്പോൾ അതാണ് പ്രൈമറി സ്ക്രീനിങ്. ഇനിയിപ്പോൾ മത്സരമൊക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ഒരു വിന്നറെ തിരഞ്ഞെടുക്കും. അതായത് ഏറ്റവും നല്ലോണം പാടുന്ന ഒരാളായിരിക്കും ആ ഷോയിലെ വിന്നറായിട്ട് മാറുക. അപ്പോൾ അതേപോലെ തന്നെയാണ് സെക്കൻഡറി സ്ക്രീനിങ്. ഇപ്പോൾ സെക്കൻഡറി സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെ നമ്മൾ സെക്കൻഡ് സ്ക്രീനിങ് വഴി സെലക്ട് ചെയ്യും. അപ്പോൾ അതാണ് സെക്കൻഡറി സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ക്രീനിങ് എന്ന് പറയുന്നത് നമുക്കൊരു കോമ്പറ്റീഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിൽ നമ്മൾ ഓഡീഷൻ നടത്തിയിട്ട് നമ്മൾ പാടാൻ കഴിവുള്ളവരെ മാത്രം കുറേ ആൾക്കാരെ സെലക്ട് ചെയ്യും. അപ്പോൾ പാടാൻ കഴിവുള്ള കുറേ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡീഷൻ നടത്തുന്നത്. അതേപോലെ തന്നെയാണ് പ്രൈമറി സ്ക്രീനിങ്. അതായത് ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യാനാണ് നമ്മൾ പ്രൈമറി സ്ക്രീനിങ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ കുറേ റൗണ്ട്സൊക്കെ നടത്തി ലാസ്റ്റ് നമ്മൾ സ്റ്റാർ സിംഗറിൽ ഒരു വിന്നറെ പ്രഖ്യാപിക്കും. അപ്പോൾ ആ വിന്നർ തിരഞ്ഞെടുക്കുന്ന എന്തിൻ്റെ ബേസിസിൽ ഏറ്റവും നല്ലോണം പാടുന്ന കുട്ടിയായിരിക്കും അതിൽ ആ ഷോയിലെ വിന്നർ. അപ്പോൾ അതേപോലെ തന്നെയാണ് സെക്കൻഡറി സ്ക്രീനിങ്. അപ്പോൾ ഏറ്റവും നല്ലോണം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം തന്നെയാണ് നമ്മൾ സെക്കൻഡറി സ്ക്രീനിങ് വഴി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി
സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നേച്ചറിൽ ഇഷ്ടം പോലെ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ക്രീനിങ്ങിന് രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറി സ്ക്രീനിങ്ങും സെക്കൻഡറി സ്ക്രീനിങ്ങും. ഇപ്പം പ്രൈമറി സ്ക്രീനിങ്ങിൽ നമ്മൾ നോക്കുക ആ ഓർഗാനിസം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമാണ് നോക്കുക. സെക്കൻഡറി സ്ക്രീനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുക, ഏറ്റവും നല്ലോണം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക സെക്കൻഡറി സ്ക്രീനിങ്ങിൽ. അപ്പോൾ ആദ്യം നടത്തുക പ്രൈമറി സ്ക്രീനിങ് ആയിരിക്കും. പ്രൈമറി സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡറി സ്ക്രീനിങ് നടത്തുക. ഇപ്പോൾ പ്രൈമറി സ്ക്രീനിങ്ങിൽ നമ്മൾ എന്താണ് നോക്കുക, ആ ഓർഗാനിസം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കും. സെക്കൻഡറി സ്ക്രീനിങ്ങിൽ ഏറ്റവും നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം, ഏറ്റവും നല്ലോണം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യും. സോ ദി steps involved in the screening is that first we have to isolate the microorganism from various sources like air, water, compost, food, milk, etc. Then it is subjected to primary screening for checking whether it is producing a product or not. Then the microorganism giving the highest amount of production will be selected by secondary screening. So the microorganisms are isolated from various sources like food, milk, air, water, compost, etc. Then it is subjected to primary screening for testing whether the microorganism is producing a given product or not. Then among the microorganisms producing the product, the best producing microorganism or the highest amount producing microorganism will be selected by secondary screening. ഇപ്പം നമ്മൾ എന്താണ് ചെയ്യുക സ്ക്രീനിങ്ങിൽ, ആക്ച്വലി നമ്മൾ സ്ക്രീനിങ്ങിൽ എന്താണ് ചെയ്യുന്നത്, അതായത് സോയിൽ, വാട്ടർ, എയർ, പിന്നെ കമ്പോസ്റ്റ് ഇതുപോലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ സോഴ്സിൽ നിന്ന് മൈക്രോ ഓർഗാനിസത്തിനെ ആദ്യം ഐസൊലേറ്റ് ചെയ്ത് എടുക്കും. എന്നിട്ട് അതിൽ നിന്ന് ആരൊക്കെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ കുറേ മൈക്രോ ഓർഗാനിസം നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഇവരെല്ലാവരും എന്തിപ്പോൾ ചെയ്യില്ല, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യും. അതാണ് നമ്മൾ പ്രൈമറി സ്ക്രീനിങ്ങിൽ ചെയ്യുന്നത്. അതാണ് ആ സ്ക്രീനിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് നടക്കുന്നത്, സെക്കൻഡറി സ്ക്രീനിങ് നടത്തുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് പ്രൈമറി സ്ക്രീനിങ്ങിലാണ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പായ സെക്കൻഡറി സ്ക്രീനിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. സോ ദർ ആർ സം തിങ്സ് വിച്ച് ഹാസ് ടു ബി കൺസിഡേർഡ് വൈൽ സ്ക്രീനിങ്. അപ്പോൾ സ്ക്രീനിങ് നടത്തുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ദി ചോയ്സ് ഓഫ് സോഴ്സ്. Usually the samples for screening is taken from soil, water, air, milk, compost, etc. So one of the important factors that affect this screening is the source from which we collect this microorganism. So there are different choice of source for microorganism. They are soil, water, milk, compost, etc. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതായത് സോഴ്സ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് എയറും വാട്ടറും സോയിലും മിൽക്കും കമ്പോസ്റ്റും ഒക്കെയാണ്. അപ്പോൾ സോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സോഴ്സ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദി ചോയ്സ് ഓഫ് സബ്സ്ട്രേറ്റ്. So nutrients and growth factors should be supplied for the growth of desired microorganisms. So we have to grow these microorganisms which is selected through primary screening for industrial production. അപ്പോൾ പ്രൈമറി സ്ക്രീനിങ് വഴി നമ്മൾ ഐസൊലേറ്റ് ചെയ്ത മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോ ചെയ്യണം. അപ്പം അവർ ഗ്രോ ചെയ്താലല്ലേ നമുക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അവരെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം, ന്യൂട്രിയൻസും ഗ്രോത്ത് ഫാക്ടേഴ്സും പ്രൊവൈഡ് ചെയ്യണം. സോ ദി ന്യൂട്രിയൻസ് ആൻഡ് ഗ്രോത്ത് ഫാക്ടർ should be supplied for the growth of desired microorganisms isolated through primary screening. Next is the choice of detection. So
The proper isolation and detection of desired microorganism is important. So different methods are used for the detection of the products, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ആ മെത്തേഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 3 കാര്യങ്ങളാണ് സ്ക്രീനിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ഐസൊലേറ്റ് ചെയ്ത്, അതായത് മൈക്രോ ഓർഗാനിസത്തിന് ഐസൊലേറ്റ് ചെയ്യുന്ന സോഴ്സ് ശ്രദ്ധിക്കണം. എയർ, വാട്ടർ, സോയിൽ, മിൽക്ക്, കമ്പോസ്റ്റ് എക്സെട്ര. രണ്ടാമത്തത്, നമ്മൾ ഐസൊലേറ്റ് ചെയ്ത പ്രൈമറി സ്ക്രീനിങ് വഴി ഐസൊലേറ്റ് ചെയ്ത മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാനുള്ള ന്യൂട്രിയൻസും ഗ്രോത്ത് ഫാക്ടേഴ്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. മൂന്നാമത്തത്, നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് സെലക്ട് ചെയ്യണം. അപ്പം 3 കാര്യങ്ങളാണ് നമ്മൾ സ്ക്രീനിങ്ങിൻ്റെ സമയത്ത് കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന സോഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത്, സെലക്ട് ചെയ്ത മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും ഗ്രോത്ത് ഫാക്ടേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. മൂന്നാമത്തത്, ഡിറ്റക്ഷൻ മെത്തേഡ്സ്, നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിറ്റക്ഷൻ മെത്തേഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So the screening can be classified into 2 types, that is primary screening and secondary screening. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്ക്രീനിങ്ങിനെ മെയിൻലി 2 ടൈപ്പ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, പ്രൈമറി സ്ക്രീനിങ് ആൻഡ് സെക്കൻഡറി സ്ക്രീനിങ്. The primary screening is again classified into screening of organic acid producing microorganisms using dyes, screening of antibiotic producing microorganism using crowded plate technique, screening of extracellular metabolites producing microorganism using oxonography, enrichment culture technique by defined medium. ഇപ്പോൾ സ്ക്രീനിങ്ങിന് നമുക്ക് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക, മെയിൻലി പ്രൈമറി സ്ക്രീനിങ്ങും സെക്കൻഡറി സ്ക്രീനിങ്ങും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതിൽ പ്രൈമറി സ്ക്രീനിങ് പല ടൈപ്പും ഉണ്ട്. അപ്പോൾ പല പ്രോഡക്ട്സ് മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ വിറ്റാമിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, പിന്നെ ഗ്രോത്ത് ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, പിന്നെ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് പ്രൈമറി സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ പ്രൈമറി സ്ക്രീനിങ്ങിൽ പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൈക്രോ ഓർഗാനിസംസ് പല പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ വിറ്റാമിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, പിന്നെ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും നമ്മൾ ഡിഫറെൻറ്റ് ഡിറ്റക്ഷൻ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി സ്ക്രീനിങ്ങിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിറ്റാമിൻസിൻ്റെ ഡിറ്റക്ഷൻ മെത്തേഡല്ല നമ്മൾ ആസിഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആണോ? അല്ല. അപ്പോൾ പല മെത്തേഡ്സാണ് നമ്മൾ ഓരോരോ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി സ്ക്രീനിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല മെത്തേഡ്സും പ്രൈമറി സ്ക്രീനിങ്ങിലുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ഓർഗാനിക് ആസിഡ് പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസം. അപ്പോൾ നിങ്ങൾക്കറിയാം, മൈക്രോ ഓർഗാനിസംസ്, അതായത് ബാക്ടീരിയ ഒക്കെ ഫെർമെൻറ്റേഷൻ നടത്തിയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആസിഡും ഗ്യാസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ എംബിയൻ ട്യൂബിലൊക്കെ കണ്ടിട്ടില്ല, നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്തതല്ലേ എംബിയൻ ടെസ്റ്റൊക്കെ. അപ്പോൾ എംബിയൻ ടെസ്റ്റിൽ ട്യൂബിൻ്റെ കളർ എന്താകുന്നുണ്ട്? റെഡിൽ നിന്ന് യെല്ലോ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് ആസിഡ് പ്രൊഡക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ആസിഡ് പ്രൊഡക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൊരു ഡൈ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഫിനോൾ റെഡ്. അപ്പോൾ അതേപോലത്തെ പ്രൊസീജിയറാണ് ഓർഗാനിക് ആസിഡ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡിക്കേറ്റർ ഡൈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആസിഡ് പ്രൊഡക്ഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. പിന്നെ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്ക്. അപ്പോൾ അതും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. പിന്നെ എക്സ്ട്രാ സെല്ലുലാർ മെറ്റബോളൈറ്റ്സ്, അതായത് ഗ്രോത്ത് ഫാക്ടേഴ്സ്, പിന്നെ വിറ്റാമിൻസ്, അമിനോ ആസിഡ്സ്, അതാണ് എക്സ്ട്രാ സെല്ലുലാർ മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഓക്സണോഗ്രഫി. പിന്നെ എൻറിച്ച്മെൻറ്റ് കൾച്ചർ ടെക്നിക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ക്രീനിങ്ങിനെ നമുക്ക് മെയിൻലി 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക, പ്രൈമറി സ്ക്രീനിങ്ങും സെക്കൻഡറി സ്ക്രീനിങ്ങും. അപ്പോൾ പ്രൈമറി സ്ക്രീനിങ്ങിൽ നമ്മൾ ആ ഓർഗാനിസം ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാൻസ് ആണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി സ്ക്രീനിങ് നടത്തുന്നത്.
ഇപ്പോൾ പ്രൈമറി സ്ക്രീനിങ്ങിൽ തന്നെ പല ടൈപ്പ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിനെ നമ്മൾ ഇൻഡിക്കേറ്റഡ് ഡൈസ് ഉപയോഗിച്ചിട്ടാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അവരെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്ക്. മൂന്നാമത്തത് എക്സ്ട്രാ സെല്ലുലാർ മെറ്റബോളൈറ്റ്സ്, അതായത് ഗ്രോത്ത് ഫാക്ടേഴ്സ്, പിന്നെ വിറ്റാമിൻസ്, അമിനോ ആസിഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ അവരെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്സണോഗ്രഫി യൂസ് ചെയ്യുന്നു. പിന്നെ എൻറിച്ച്മെൻറ്റ് കൾച്ചർ ടെക്നിക്കും ഉണ്ട്. അപ്പോൾ ഇതാണ് സ്ക്രീനിങ്. അപ്പോൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയേഴ്സ് ആണ്. അതായത് നേച്ചറിൽ ഇഷ്ടം പോലെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിൽ നിന്ന് ഇൻഡസ്ട്രിയലി യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിങ്ങിൻ്റെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സോഴ്സ്, ഏത് സോഴ്സ് നിന്നാണോ മൈക്രോ ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തത് ഐസൊലേറ്റ് ചെയ്ത മൈക്രോ ഓർഗാനിസത്തിന് ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. മൂന്നാമത്തെ എന്ത് ചെയ്യണം, നമ്മൾ ഡിഫറെൻറ്റ് ഡിറ്റക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ മൈക്രോ ഓർഗാനിസത്തിനെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യണം. പിന്നെ സ്ക്രീനിങ്ങിനെ നമുക്ക് രണ്ടായിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക, പ്രൈമറി സ്ക്രീനിങ്ങും സെക്കൻഡറി സ്ക്രീനിങ്ങും. അപ്പോൾ പ്രൈമറി സ്ക്രീനിങ് വഴി ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കാം. പിന്നെ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തല്ലോ പ്രൈമറി സ്ക്രീനിങ് വഴി. അപ്പോൾ ആ പ്രൈമറി സ്ക്രീനിങ്ങിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത മൈക്രോ ഓർഗാനിസത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി സ്ക്രീനിങ് നടത്തുന്നത്. അപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ബെസ്റ്റ് പ്രൊഡ്യൂസറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി സ്ക്രീനിങ് നടത്തുന്നത്. പിന്നെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റിനനുസരിച്ച് നമ്മൾ ഡിഫറെൻറ്റ് ഡിറ്റക്ഷൻ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റഡ് ഡൈസ് യൂസ് ചെയ്യും. പിന്നെ ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യും. ഗ്രോത്ത് ഫാക്ടേഴ്സും വിറ്റാമിൻസ് ആണെങ്കിൽ ഓക്സണോഗ്രഫി യൂസ് ചെയ്യും. പിന്നെ എൻറിച്ച്മെൻറ്റ് കൾച്ചർ ടെക്നിക്സും യൂസ് ചെയ്യും. അപ്പം താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൈമറി സ്ക്രീനിങ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.